ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സമയം ഇപ്പോൾ സമയം 6:58. രാത്രി ഉറക്കില്ല, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ നമുക്ക് ഉറക്കം തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് ഞാൻ രാവിലെ ആക്കിയതാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊരു ഡേ എങ്ങനെയാണെന്ന് കാണിക്കാനാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ മൈ ഫസ്റ്റ് ട്രൈമസ്റ്റർ. എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയാറായി. ലാസ്റ്റ് ഫ്യൂ ഡേയ്സാണ് ഇപ്പോൾ. ഇനി അല്ല, മറ്റന്നാളോടുകൂടി എൻ്റെ കയ്യിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് 3-ാമത്തെ മാസം കഴിയും. 4th മന്ത് സ്റ്റാർട്ട് ചെയ്യും. ഇതിങ്ങനെ ഉറങ്ങി നീറ്റ് തന്നിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചീർത്തിരിക്കണം. ചർച്ച കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ മുഖത്തെ ഈ തടിപ്പും അതുപോലെ തന്നെ മുഖം ചീർത്തിരിക്കുന്നില്ല. നല്ല ക്ഷീണമുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ എന്തായാലും കുറച്ച് നേരം കൂടി ഞാൻ കിടക്കും. എനിക്ക് വയ്യ, ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട്. ചിലപ്പോൾ മേ ബി ത്രൂ ഔട്ട് ഈ ഒരു വീഡിയോയിൽ എനിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വരും. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഊരവേദന. അപ്പോൾ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് വന്നു. ഇനി എനിക്ക് ഈ സാധനം ഉണ്ടല്ലോ, ഈ കവചകുണ്ടലം, ഇതൊത്ത് മുടി ചീന്തി കെട്ടണം. കാരണം ഞാനങ്ങനെ എന്നും കെട്ടാറില്ല. കാരണം ഇങ്ങനെ ഫുൾ ടൈം ബണ്ണ് കെട്ടിയിരിക്കുന്ന കാരണേ ഞാൻ അപ്പം മിനിഞ്ഞാന്നാ തോന്നണം ചീകി വൃത്തിയാക്കിയതാണ്. ഇനി ഒന്ന് വൃത്തിയാക്കണം. കാരണം അങ്ങനെ പരത്തിയിടുക അല്ലെങ്കിൽ മുടി മുടഞ്ഞിടുക അതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ജടയാവും. എൻ്റെ മുടിയുടെ ഒരു രീതി വെച്ചിട്ട് എന്തായാലും ജടയായിട്ടുണ്ടാവും. അപ്പം ഒന്ന് മുടി കെട്ടണം, പോയി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് കുറച്ചധികം ബുദ്ധിമുട്ട്. ഇന്ന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മറ്റത് ഈ സമയമാകുമ്പോഴത്തേക്കും എനിക്കാകും എന്താ അതിനെ പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം വോമിറ്റിംഗ് ഉണ്ടോ ചോദിച്ചാൽ വോമിറ്റിംഗ് ഇല്ല, ഓക്കാനുണ്ടോ ചോദിച്ചാൽ ഓക്കാനില്ല. അന്ന് എനിക്കോട്ട് ഭക്ഷണം കഴിക്കാനും പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇന്നൊക്കെ അങ്ങനെ തോന്നില്ലെങ്കിൽ നല്ല വിശപ്പ് തോന്നുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ പോയിട്ട് മുടി കെട്ടിയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അതല്ല, ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ പിന്നെ ഞാൻ മുടി കെട്ടാൻ നിൽക്കില്ല. വീണ്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചീകിയിട്ട് ഇതേമാതിരിയും കെട്ടി വയ്ക്കും. ഓരോ ബുള്ളറ്റ് പോകുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാട്ടോ കേൾക്കുന്നത്. അപ്പോൾ മുടി കെട്ടിയിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ചീകി നല്ലപോലെ പോകുന്നുണ്ട് കേട്ടോ മുടി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുടി അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായിരിക്കാം ഇപ്പോഴത്തെ ഒരു ശാരീരികാവസ്ഥ കൊണ്ട്. അല്ലാതെ എനിക്കിങ്ങനെ മുടി മുന്നേ അഡ്മിറ്റ് ആവുന്ന സമയത്ത്, സ്റ്റിറോയിഡ് എടുക്കുന്ന സമയത്ത് എനിക്ക് മുടി ഇങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെയാണ് ഇപ്പോൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡോക്ടറൊന്ന് അടുത്ത് പോകുമ്പോൾ ഒന്ന് പറയണം, എനിക്കിങ്ങനെ മുടി കൊഴിയുന്നുണ്ട് എന്ന് പറയണം. കണ്ടോ, ഇത്രയും അധികം മുടി ഇന്നത്തെ മാത്രമാണ്. പിന്നെ ഇന്നത്തെ മാത്രമൊന്നും പറയാൻ പറ്റില്ല, ഞാൻ 3-4 ദിവസമായി എന്ന് പറഞ്ഞല്ലോ മുടി ചീകിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഉണ്ടാവും, എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഈ പ്രഗ്നൻസിയുടെ കൂടെ തന്നെ ഇനിയൊരു ലങ്സ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നും കൂടിയും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ചിലപ്പോൾ മേ ബി സൈഡ് എഫക്റ്റ് ആയിരിക്കാം, പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മുടിയൊക്കെ ചീകി മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ ഈ ബൺ സ്റ്റൈലാണ് ഫുൾ ടൈം. ഞാൻ ഇപ്പോൾ പുറത്ത് പോകുമ്പോഴും ഇതേപോലെ തന്നെയാണ്. അങ്ങനെ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം. ചായ കുടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്, പക്ഷേ ചായ കുടിച്ചിട്ടില്ല. കണ്ടോ അമ്മേ, ഞാൻ ബെഡ്ഷീറ്റൊന്നും മടക്കി വെച്ചിട്ടില്ല. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് എനിക്ക് ഭക്ഷണം കഴിക്കുന്നേക്കാൾ മുന്നേ മരുന്ന് കഴിക്കാണ്ട്, അതും കഴിക്കണം. മരുന്ന് കഴിക്കുക എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക്. എനിക്ക് മരുന്ന് ഇറക്കാനേ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അതിന് കുറച്ച് സമയം എടുത്തെടുത്ത് കഴിക്കണം. പിന്നെ അത് എന്തിനാ മരുന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തൈറോയിഡിൻ്റെയും അതുപോലെ തന്നെ എന്തോ ഗ്യാസിൻ്റെ മരുന്നാന്ന് തോന്നുന്നു, അതും കഴിക്കണം. ഇപ്പോൾ പനി വന്നപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തപ്പോഴേ അതും കഴിക്കാനുണ്ട്. ഈ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കേണ്ടി വന്ന അവസ്ഥ വേറൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. ഓരോ ഗതികേടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. ഇതെനിക്ക് ചെയ്യാമെന്ന് പറയുന്ന വലിയ മടിയുള്ള കാര്യമാണ്, പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ വൃത്തിയോടായിട്ട് കിടക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു.
ഇനി പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ മരുന്ന് കഴിക്കാണ്ട്. അത് വലിയൊരു ചടങ്ങാണ്, അത് ഞാൻ കാണിക്കുന്നില്ല. വലിയൊരു വെറുതെ ഒരു ബോറിങ് ചടങ്ങ് നിങ്ങളെയും കൂടെ എന്തിനാണ് കാണിക്കണം. അങ്ങനെ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. പുട്ടുണ്ട്, പഴമുണ്ട്, പപ്പടമുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഞാൻ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പോകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. ചില ദിവസം എനിക്ക് പുട്ട് കഴിക്കാൻ പറ്റും, ചില ദിവസം കഴിക്കാൻ പറ്റില്ല. പിന്നെ വൈറ്റ് കളറിലുള്ള പുട്ടുണ്ടല്ലോ, അത് പറ്റുന്നില്ല, എനിക്കിഷ്ടമല്ല. ഇത് നമ്മുടെ ചെമ്പാവ് അരി പുട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുട്ടുപൊടി ഉണ്ട്. അതായത് ബ്രൗൺ റൈസിൻ്റെ പുട്ടുപൊടിയാന്ന് തോന്നുന്നു. അങ്ങനെ 100% ബ്രൗൺ റൈസ് പുട്ടുപൊടിയൊന്നും ആവാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ രായിയുടെ പുട്ടാണ്. രായിയുടെ പുട്ടും ഭയങ്കര ഹാർഡാവുന്നുണ്ട്, അതും എനിക്കിഷ്ടമല്ല. കണ്ടോ, പുട്ട് കഴിക്കാനുള്ള ഇറക്കാനുള്ള എൻ്റെ തത്രപ്പാടും ബുദ്ധിമുട്ടാണ് നിങ്ങളാ കാണുന്നത്. അങ്ങനെ ഞാൻ എന്തായാലും സക്സസ്ഫുള്ളി 2 കഷ്ണം പഴവും ഒരു 1/2 കഷ്ണം പുട്ടും കഴിച്ചു. ഞാൻ തലേന്ന് രാത്രി ആകെ ഒരു ചപ്പാത്തി കഴിച്ചിട്ടാണോ കിടന്നിട്ടുള്ളത്. അപ്പോൾ ഒരുത്തരം ഭക്ഷണം കഴിച്ചാൽ പോരെയെന്ന് തോന്നുന്നവരുണ്ടാവും. ഇനി ഉച്ചയ്ക്ക് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, രാത്രി ഒന്നും കഴിക്കാൻ പറ്റില്ല. മെയിനായിട്ടുള്ള ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കുറച്ച് കഴിക്കാൻ പറ്റുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. പിന്നെ ലഞ്ചിനാണ് എണീക്കുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. രാവിലത്തെ ഉഷാറും പ്രസരിപ്പും ഒന്നും എൻ്റെ മുഖത്തില്ല. എനിക്ക് തലവേദനിച്ചിട്ടും വേദനിച്ചിട്ടും ഒരു സ്വൈര്യമില്ല, ഒരു സമാധാനമില്ല. അമ്മ ചോറ് തന്നിട്ടുണ്ട് കണ്ടോ, ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരിയുണ്ട്, ചെമ്മീനുണ്ട്. എനിക്കൊന്നും വേണ്ട. കുറച്ച് നേരം ഞാൻ ചോറ് അത്ര ചോറേ ഞാൻ കഴിക്കുള്ളൂ. കണ്ടോ, ഈ എമൗണ്ട് ഓഫ് ചോറ് ഞാൻ കഴിക്കാൻ എടുക്കുള്ളൂ. അത് തന്നെ എന്നെ കൊണ്ട് മുഴുവൻ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. റെഡിയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ 2-3 മാസമൊക്കെയാണ് പൊതുവെ എല്ലാവർക്കും ഈ ഒരു ഫുഡിൻ്റെ പ്രശ്നം നോർമലി ഉണ്ടാവാറെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. എനിക്ക് വൊമിറ്റിങ്ങും ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രവും. എന്നാൽ ഇഷ്ടത്തോടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അതും എനിക്ക് ആ ഇഷ്ടം തോന്നിയ സമയത്ത് കഴിക്കാൻ പറ്റണമെന്നില്ല, വേറെ എപ്പോഴെങ്കിലും ആണ് കഴിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ആലോചിച്ച് ആശ്വസിക്കാം. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചോറ് പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കാം എന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ ഒന്ന് മോരുകറിയൊക്കെ ഉണ്ടാക്കിയത്. അമ്മ അങ്ങനെ വന്ന് വിളിച്ചപ്പോഴേ ഞാൻ പെട്ടെന്ന് എണീറ്റ് ബെഡെന്നും അതിൻ്റെ ഒരു കുളത്തിൽ പിടുത്ത എൻ്റെ ഊരയ്ക്കും. ഈ ചോറിൻ്റെ ചൊവ്വയാണ് തീരെ പറ്റാത്ത. ഉപ്പേരും പിന്നെ കറി മാത്രമാണെങ്കിൽ എങ്ങനെയും ഞാൻ കഴിക്കും. ചോറിൻ്റെ ചൊവ്വ തീരെ പറ്റണില്ല. ദേഷ്യമൊക്കെ വരണം എനിക്ക് ചോറ് വയലിടുമ്പോൾ. പിന്നെ ഇപ്പം നമുക്ക് കഴിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ചപ്പാത്തിയാണല്ലോ. അതും കഴിച്ച് മടുത്തു. ഞാൻ പ്രഗ്നൻ്റ് ആയ തൊട്ട് കഴിക്കുന്ന ഒരു സാധനം ചപ്പാത്തി. സോ ടാസ്ക്. ഞാൻ കഴിക്കാനെടുത്ത ഫുഡ് ഇതേപോലെ തന്നെ ഉണ്ട്. എനിക്ക് മതി, കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ കുറച്ച് തൈര് കൊണ്ടുവന്നു, അത് ഞാൻ ലേശം ഉപ്പിട്ടിട്ട് കഴിച്ചു. അതാണ് ഇന്നത്തെ ലഞ്ച്. ഇങ്ങനെ പോവാച്ചാൽ ഞാൻ അധിക കാലം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യം, പറ്റുന്നില്ല. ചിലപ്പോൾ രാത്രി എനിക്ക് ചിലപ്പോൾ ഒരു ചപ്പാത്തി കഴിക്കാൻ പറ്റും കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ഒരു ചപ്പാത്തി കഴിച്ചു. പിന്നെ ചപ്പാത്തിയുടെ കൂടെ മുട്ട ഉണ്ടായിരുന്നു, വേവിച്ച മുട്ട ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ പറ്റില്ല. അത് ഞാൻ ഷൈൻ കൊടുക്കുക ചെയ്തത്. സോ അപ്പോൾ ഉച്ചത്തെ ഊണ് കഴിക്കൽ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഇന്നെ കൊണ്ടാവില്ല അത് കഴിക്കാൻ. ബീട്രൂട്ട് ഉപ്പേരി കണ്ട് നല്ലതാണ്, കഴിക്കുന്നത് ശരീരത്തിനും നല്ലതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഇത്, മോരുകറി ഒക്കെ. ചെമ്മീൻ പിന്നെ എനിക്ക് ആദ്യം തന്നെ അത്ര വേണ്ടാത്തണ്ണം പതിരെടുത്തുകൊണ്ടായിട്ട് കുറച്ച് 2-3 കഷ്ണമായിരുന്നു. അതും ലേശം തൈരും 2 ഉരുള ചോറും, അതാണ് ഫുഡായിട്ട് കഴിച്ചത്. എന്തായാലും ഇനി വയ്യ, ഞാനിത് കഴുകി വെച്ച് പോയിട്ട് കിടക്കണം കുറച്ച് നേരം. അപ്പോൾ ദേ ഭക്ഷണമൊക്കെ കൊണ്ടാടെ വെച്ചു, ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. ഉമ്മറത്തേക്ക് കുറച്ച് നേരത്തിന് വന്നാണ്, ഭയങ്കര വെയിൽ. അപ്പോൾ അമ്മ ഒരു കേക്ക് തന്നു, ഇതെങ്കിലും കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല,
പക്ഷേ എങ്ങാനും കഴിക്കാൻ പറ്റിയാലോ, എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കൊണ്ടുവന്ന സാധനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം എന്താ വെച്ചാൽ ചക്ക വറുത്തല്ലേ. പൊതുവേ അറിയാമല്ലോ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ഷോർട്സും കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാനൊരു ചക്ക വറുത്തതിൻ്റെ പ്രാന്തത്തിയാണ്. അത് അവിടെ വീടിൻ്റെ ഇങ്ങനെയാണ് റോഡ്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയും സൗണ്ട്. അപ്പോൾ ചക്ക വറുത്ത ഉണ്ടായിരുന്നു അമ്മ നാൾ പുറത്ത് പോയപ്പോൾ കൊണ്ടുവന്നത്. അത് ഞാൻ കുറച്ച് ഇതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു. അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി തൂങ്ങട്ടെ. എനിക്ക് വയ്യ, ബാക്ക് പെയിൻ അത് മാത്രമാണ് ഇപ്പോഴത്തെ ശരണം. അതുകൊണ്ട് ഞാൻ ഒന്ന് പോയിട്ട് കിടക്കട്ടെ. കണ്ടോ, കിടക്കാൻ റെഡിയാക്കി. എൻ്റെ തലയണകളും ഫോണുകളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ റൂമിൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. എന്തായാലും ഈ സമയം എന്തെങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഇപ്പം എനിക്ക് കിടന്നാലും ഇങ്ങനെ ഉറങ്ങിപ്പോകുന്ന ക്ഷീണമൊന്നുമില്ല, ഞാൻ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മേ ബി എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റില്ല. PhD ആണെങ്കിലും മറ്റ് വർക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, ഇരുന്ന് എഴുതാനും ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം കുഞ്ഞൊരു കുറച്ച് വീക്സിൻ്റെ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് വായിക്കണമെന്ന് വിചാരിക്കണം. അപ്പം അങ്ങനെ ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇന്ന ബുക്സ് വായിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്. ഏതെങ്കിലും ബുക്സ് ഇന്ന് വൈകുന്നേരം ഒന്ന് പതുക്കെ മേലേക്ക് കയറിയിട്ടാണ്. എനിക്ക് അങ്ങനെ സ്റ്റെപ്പ് കയറണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരു പ്രശ്നമുള്ളൂ. പക്ഷേ സമയമെടുത്ത് സ്റ്റെപ്പ് കയറുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. സമയമെടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സമയമെടുത്ത് സ്റ്റെയർ കയറി പോകണം. അതിൻ്റെ മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി അവിടെ ഇരുന്ന് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് വൈകുന്നേരം അങ്ങനെ ഒന്ന് കയറി നോക്കി. മേലെ കുറേ ബുക്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നു. എനിക്ക് മേലെ കയറുന്ന സമയത്ത് ഇതിൽ പുസ്തകം എടുത്തുറന്ന് വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കണാവോ ചിലപ്പോൾ പുസ്തകം എടുക്കുന്ന ആ സമയം തൊട്ടിട്ടായിരിക്കും എനിക്ക് തീരെ വയ്യാത്തത്. കാരണം പുസ്തകം അങ്ങനെ അധികം ആരും പോയി തൊടുന്നൊരു സൈഡല്ല. ഇപ്പോൾ അച്ഛൻ വായന വളരെ കുറവാണ്. മറ്റേത് അച്ഛനാണ് വായിക്കുക, പിന്നെ ഞാനാണ് പുസ്തകം എടുക്കുന്ന ആളുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഈ അക്കൗണ്ടിങ്, കൊമേഴ്സ് ആ ഒരു സ്ട്രീം ആയതുകൊണ്ട് അങ്ങനത്തെ പുസ്തകങ്ങളോടൊന്നും വലിയ ആവശ്യങ്ങളില്ല. ഞാൻ ഹിസ്റ്ററി ആയതുകൊണ്ടാണ് എനിക്ക് പുസ്തകങ്ങളോട് കുറച്ചും കൂടി ആവശ്യവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി PhDയുടെ വർക്കൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള വായനകളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം ഒന്ന് കയറി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കയറുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. വൈകിട്ടത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു ഉറപ്പ് പറയണില്ല കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. എന്നിട്ട് ഞാൻ വൈകിട്ട് എണീറ്റേക്ക് ഒന്ന് ഫ്രഷ് ആവണം. രാവിലെ കുളിക്കണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല, എനിക്ക് വയ്യായിരുന്നു. ഇനി വൈകിട്ട് ഒന്ന് ഫ്രഷായിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊക്കെ ഒരു 4:45 എടുത്തിട്ടുണ്ട് സമയം. ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ട് എനിക്ക് രാത്രിയിലേക്കും ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസാണ്. കാരണം എനിക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്കും കുറച്ചൊരു സമാധാനം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ആ സമാധാനമൊന്നും കാണുന്നില്ല. കാരണം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഉറങ്ങി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്നതൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ, മേല് കഴുകണം, പിന്നെ ഒന്ന് പുറത്തിറങ്ങി നടക്കണം, മുറ്റത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. മേല് കഴുകിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഗ്ലൂമിയിട്ട് വീണ്ടും കിടക്കും. അതൊരു ബുദ്ധിമുട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എൻ്റെ ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ടാവും. ഒന്നും കാര്യമാക്കണ്ട. അപ്പോൾ വയ്യാത്ത മൂഡിൽ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്ന സ്ഥലത്ത്, കൈ കൊണ്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചതാണെല്ലാം. അപ്പോൾ ഞാൻ പോയിട്ട് മേല് കഴുകിയിട്ട് വരാം കേട്ടോ. മേല് കഴുകുക എന്ന് പറഞ്ഞാലും എനിക്ക് മടിയാണ്. എൻ്റെ ബാത്റൂമിലേക്ക് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം. എല്ലായിടത്തും അങ്ങനെ തന്നെയാവും തോന്നുന്നു. എല്ലാ വീട്ടിലും സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണ്ടേ ബാത്റൂമിലോട്ട്. അത് കുറച്ച് ടാസ്ക്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ല, മുഴുവനായിട്ട് എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. അങ്ങനെ പകുതി ഉറക്കമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഉറക്കമായിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക്. ഞാനൊന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്ന, പക്ഷെ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊന്ന് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ടോയ്ലറ്റിൽ പോയപ്പോൾ ആ ഒരു എന്താ പറയുക, മുഴുവൻ ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണം, ഉറക്കം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. അത് കാരണം വളരെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകാൻ പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാത്റൂമിലേക്ക് പോകാനൊരു പേടിയുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് കുളിക്കാൻ പോകാൻ ഒരു മൂഡില്ലാത്തത്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ, ഫ്രഷൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതേ ഞാൻ വൈകിട്ട് മേലൊക്കെ കഴുകി കാണുമ്പോഴത്തേക്ക് അമ്മ ഇളനീര്, ഞാനതിൽ അമ്മ ഇളനീരിൻ്റെ കഷ്ണം കൂടി തന്നപ്പോൾ ഞാനത് വേണ്ട, എനിക്ക് കുറച്ച് മതി പറഞ്ഞിട്ട് ഇതിൽ ലേശം ഇട്ടതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും വൈകുന്നേരം കഴിക്കാൻ പറ്റിയ കഴിക്കും, ഞാൻ കിടക്കും. ഇതാണ് ഒരു ഡേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വർക്കുള്ള സമയമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും എഴുതാൻ വായിക്കാൻ പറ്റിയാൽ അത് ചെയ്യും. പറ്റാറില്ല, ഭൂരിപക്ഷം ദിവസങ്ങളിലും അതിന് സാധിക്കാറില്ല. അപ്പോൾ ഇതേ ഞാൻ ഇളനീര് വെള്ളം കുടിക്കാം കേട്ടോ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ ഒരു കഷ്ണം പുട്ട് കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണത്താണ്. ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഇനി രാത്രി എന്തെങ്കിലും സാലഡ്, പഴം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശോകമാണ്. പ്രത്യേകിച്ച് ഒന്നും എന്താ പറയുക, എനിക്ക് എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം. ഞാൻ പറയും, ഈവനിങ് ആകുമ്പോൾ കുറച്ചൊരു ഭേദം ഉണ്ടാവാറുണ്ട്, പക്ഷെ എനിക്ക് നല്ല ഉരവേദനയുണ്ട്, അതിൽ ഭേദമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഇളനീര് എങ്ങനെയെങ്കിലും ഒന്ന് കുടിച്ച് തീർക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.